വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹോം ടൂറാണ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട് വരുന്നത് ഹണ്ടർബർഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഇതുവഴിയാണ് ഹണ്ടർബർഡ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഹണ്ടർബർഡ് ഹോസ്പിറ്റലിൽ നിന്ന് 8 ക്രോസ് വരുമ്പോൾ മദർ തെരേസ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഇതാണ് ഈ ബിൽഡിങ്. ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. മേളിൽ 2 റൂം, താഴെ 2 റൂം. ഇവിടുത്തെ മേളത്തെ ഈ റൂമിൽ ഓണർ താമസിക്കുന്നു. ഇത് നമ്മുടെ ഉണ്ണിച്ചാട്ടൻ്റെ വീട്. ഇവിടെ ഉമ്മി, അപ്പുറത്ത് ഞങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഗേറ്റ്. ഗേറ്റ് പണ്ട് വേറെ ഗേറ്റായിരുന്നു, ഇപ്പോൾ ഗേറ്റൊക്കെ മാറി. ഇവിടെ ഒരു കുറേ മണി പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് മോട്ടടിക്കുന്ന സ്ഥലം. നമ്മുടെ വെള്ളമൊക്കെ രാവിലെ വന്ന് മോട്ടറൊക്കെ അടിക്കണം, ഇവിടെ വന്ന് അടിക്കണം, നല്ല വെള്ളവും ചീത്ത വെള്ളത്തിൻ്റെയൊക്കെ. ഇതാണ് അനുവിൻ്റെ അങ്കിളുടെ വീട്. അപ്പുറത്താണ് നമ്മുടെ വീട്. ഓക്കെ, ഇവിടെ തുണിയെല്ലാം കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ വാതിൽ. കയറി വരുന്നത് ഇങ്ങനെ നമ്മൾ കയറി വരും അങ്ങോട്ട്. അവിടെ കാണുന്നത് എന്തുവാ, അവിടെ അപ്പുറത്തെ ഈ റൂമിലെ ആളുകളുടെ ബാത്റൂം അവിടെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മൾ അലക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ നമുക്കിനി അകത്തോട്ട് പോകാം. അനുണ്ടേ. ഇതാണ് ഞങ്ങളുടെ ഹാൾ. ഇത് ഡൈനിങ് ടേബിൾ. ഇത് അനുവിൻ്റെ വാക്കർ. ഇവിടെ ഞങ്ങൾ തുണിയൊക്കെ തൂക്കിയിടുന്ന സ്ഥലം. ഇവിടെ ഒരു കസേരയുണ്ട്. ഒരു കസേര ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. അത് ഞങ്ങൾ റൂമിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ വാർഡ്രോബ്. ഇവിടെ എൻ്റെയും അനുവിൻ്റെയും ചേട്ടമ്മൻ്റെയും കുറച്ച് തുണിയൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, കുറച്ച് തുണിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ബാത്റൂം. കണ്ടില്ലേ, ഇവിടെ വെള്ളമൊക്കെ ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ വെള്ളമൊക്കെ പിടിച്ച് വെക്കും. നല്ല വെള്ളം രാവിലെ കുറച്ച് നേരം വരത്തുള്ളൂ, അതുകൊണ്ട് വെള്ളമൊക്കെ പിടിച്ച് വെക്കും. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. കണ്ടില്ലേ, ചെറിയ കട്ടിലൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകും. അപ്പം കൊണ്ടുവരാനുള്ള പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും കുറച്ച് തുണിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് ഒരുക്ക് സാധനങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരുങ്ങുന്ന സ്ഥലം, കണ്ണാടി, കുറച്ച് മേക്കപ്പ് ഐറ്റംസ്, എൻ്റെ സിറം, അങ്ങനത്തെ സാധനം. പിന്നെ ഇവിടെ ഞങ്ങൾ എന്തോ ബുക്ക് വെച്ചിട്ടുണ്ട്. ബുക്ക് ഇവിടെ പെർഫ്യൂമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാഗൊക്കെ തൂക്കി. ഇവിടെ ശരതാണ് ഇട്ടിട്ട് വരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ കട്ടിലിൽ കിടക്കാറില്ല. ഞങ്ങൾക്ക് 3 പേർ കൂടെ ഉരുണ്ട് അനുവിന് ഉരുളാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പാവിരിച്ച് ഹാളിലാണ് കിടക്കാറ്. പിന്നെ ഞങ്ങളുടെ ഫാൻ, പിന്നെ വീണ്ടും അനിക്കുട്ടിയുടെ വോക്കർ. ഇതാണ് ഞങ്ങളുടെ അടുക്കള. കണ്ടേ, അടുക്കള. അയ്യോ, കറണ്ട് പോയി. താരാമാവാ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുക്കള. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുക്കള കാണാം. ഞങ്ങൾ കുറച്ച് നാളായിട്ടുള്ള ഈ ഫ്രിഡ്ജ്, കുറച്ച് നാളല്ല, ഒരു 1-2 വർഷമായി കാണും. അതിനും ആദ്യമായിട്ട് ഇവിടെ വന്നപ്പം ഫ്രൂട്ട്സൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ വാങ്ങിച്ച ഫ്രിഡ്ജായത്. അനുവിൻ്റെ ഫ്രിഡ്ജല്ലേ. ഇത് 3 തട്ടായിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സ്പൈസസൊക്കെ വെക്കുന്ന സ്ഥലം. പിന്നെ ആട്ടപ്പൊടിയൊക്കെ ഉണ്ട്. ഇത് കവറ്, പിന്നെ കരിക്കല തുണി. പിന്നെ ഇവിടെ ഞങ്ങൾ പാത്രങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഇവിടെ 2 ബക്കറ്റ് വെള്ളം ഇരിപ്പുണ്ട്. ഇത് കുടിക്കുന്ന വെള്ളം. ഇതല്ലാതെ ഞങ്ങൾ പാചകം ചെയ്യുന്നത്. ഇത് മിനറൽ വാട്ടർ വെളിയിൽ നിന്ന് വെള്ളം വാങ്ങിച്ചിട്ട് വരുന്നത്. ഇത് തിളപ്പിച്ചാണ് ഞങ്ങൾ കുടിക്കാറ്. പിന്നെ തരിയിട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റൗവ്, ഗ്യാസ് കുറ്റി. പിന്നെ ഇവിടെ ഉപ്പ്, വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ചോറ് കറികളൊക്കെ. പിന്നെ ഇവിടെയൊക്കെ എന്തോ തൂക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാം താഴെ വീണു, അതൊക്കെ പോയി. ഒരു ഇൻഡക്ഷനും ഉണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടാത്ത സമയത്ത് ഒരു പ്രാവശ്യം ഗ്യാസിന് വില കൂടിയില്ല, ആ സമയത്ത് വാങ്ങിച്ചതാണ് ഞങ്ങളിത്. പിന്നെ ഇവിടെയാണ് വാഷ് ബേസിൻ. അവിടെ ഞങ്ങളുടെ പാത്രം കഴുകുന്നത്, സ്ക്രബ്ബറൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ 2 വേസ്റ്റ് വെക്കിയിട്ട് അറിയാമല്ലോ. ഇവിടെ വേസ്റ്റൊക്കെ തരംതിരിച്ച് കൊടുക്കണം. ഒന്ന് പ്ലാസ്റ്റിക്, പേപ്പറൊക്കെ, പിന്നെ ഇതൊന്ന് ഫുഡ് വേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ അടുക്കള. ഓക്കെ, എല്ലാം ഞാനൊന്ന് റഫായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ TV യൂണിറ്റ്. TV വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ക്ലേ കൊണ്ടുള്ള എൻ്റെ കലാകലപദങ്ങളൊക്കെ. ഇവിടെ ഉണ്ട് എൻ്റെ ക്ലേ കൊണ്ടൊക്കെ കലകൾ ചെയ്ത് വെച്ചേക്കുന്ന മണ്ടയ്ക്ക്. ഇതൊക്കെ അനുവിൻ്റെ കളിപ്പാട്ടങ്ങൾ, അത് ഇതൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ വിളക്ക് കത്തിക്കുന്ന ഇവിടെയാണ്. സായിബാബ വിളക്ക്. പിന്നെ അതാണ്ടേ സ്ലേറ്റുണ്ട്, കുടയുണ്ട്,
പിന്നെ ഇതെല്ലാം അനുവിൻ്റെ കളിപ്പാട്ടങ്ങളാണ്. ഇത് ഞാൻ ഞങ്ങളുടെ 10ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി 10th വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ശരത്തണ്ണന് ഗിഫ്റ്റ് ചെയ്തത്. പിന്നെ ഇത് ഫാദേഴ്സ് ഡേക്ക് ശരത്തണ്ണന് ഞാൻ ഗിഫ്റ്റ് ചെയ്തത് ഫോട്ടോ ഫ്രെയിം. ഇതെല്ലാം പിന്നെ അനുവിൻ്റെ പാവകളാണ്. പിന്നെ അവിടെ ഒരു കുടുക്കയുണ്ട്. ഇത് അനുവിൻ്റെ അടുക്കള, ബലൂൺസ്, ബോള് എല്ലാം ഉണ്ട്, കസേര. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ഹോം ടൂർ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് സപ്പോർട്ട് us. താങ്ക് യു.